എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ട്രെയിനില്ല, വന്ദേ ഭാരത് ട്രെയിൻ, ഇതിനൊന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. കണ്ടോ, ഓട്ടോ ഒക്കെ കണ്ടോ, ഇത് മൊത്തവും പൊടി പിടിച്ച് മൊത്തം അലാങ്കോലായിട്ടിരിക്കുക. ഇതൊന്ന് റെഡിയാക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് വയറിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാനുണ്ട്. ഇതായിരുന്നു നമ്മൾ വെച്ചിരുന്ന എൻജിൻ. ഇതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യണം. ഈ വയറും ഈ ബാറ്ററിയും ഒക്കെ നമുക്ക് എടുക്കണം. കണ്ട, ഈ വയർ ഇത് മൊത്തം നമുക്ക് ഇതിനകത്ത് അഴിച്ചു മാറ്റണം. ഇതെല്ലാം നമുക്ക് വീലെല്ലാം ഊരി പഴയതുപോലെ ആക്കണം. എന്നിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാനുണ്ട്. ഇത് മൊത്തം അഴിക്കണം. അതിൻ്റെ ഇതല്ല, അതിൻ്റെ ഉള്ളിലത്തെ വയറിങ് അല്ല, അത് മൊത്തം അഴിക്കണം. ഇത് മൊത്തം അഴിക്കണം. ഈ എൻജിനും ഇതും ഫുൾ അഴിക്കണം. എന്നിട്ട് വേണം ഇനി ഒന്നും കൂടെ റീസെറ്റ് ചെയ്യണം. അപ്പം ഇത് ഒരുമാതിരി വേണ്ട, അത് പൊട്ടിയൊക്കെ ഇരിക്കുകയാണ്. കണ്ട അപ്പം ഇതൊക്കെ ഇനി ഒന്നും കൂടെ റീസെറ്റ് ചെയ്തതിന് ശേഷം കാണാതെ മൊത്തം അഴിക്കണം, വയറും കാര്യങ്ങളെല്ലാം. നമ്മുടെ ട്രെയിൻ ഇവിടെ അഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓരോ കാര്യങ്ങളും എൻജിനൊക്കെ അഴിച്ചു, ഇതൊന്നും അഴിക്കാനുണ്ട്. കണ്ട, വയറിങ്ങൊക്കെ അഴിക്കാനുണ്ട്. പിന്നെ നമ്മളുടെ ടയറിൻ്റെയും ഇതൊക്കെ നമ്മൾ ഡിസൈൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പുതിയ ട്രെയിനിൻ്റെ ടയർ. നോക്കിയാൽ പഴയത് ഇതായിരുന്നു, ഈ വെള്ളക്ക് പകരം ഇതായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, പുതിയ ടയറാക്കിയിട്ടുണ്ട്. അതുപോലെ ഒന്നും കൂടെ നമ്മൾ ഇതൊക്കെ പുതിയത് വെച്ചതാണ്. കണ്ട, ആദ്യത്തെ ഇതിൽ 3 ടയറായിരുന്നു, ഇപ്പം നമ്മൾ 2 ടയറാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പെയിൻ്റ് അടിക്കണം. പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പായിട്ട് ഒരെണ്ണം കൂടെ ചെയ്ത്, ഇത് ഫ്രണ്ടിലത്തെ 2എണ്ണം, അതായത് ഇവിടുത്തെയും ഇത് ഇവിടുത്തെയാണ്. അപ്പം ഇനിയും ചെയ്യാനുണ്ട്. കണ്ടോ, ഗിയർ ഇരിക്കണുണ്ട്. ഇനിയും 2എണ്ണം കൂടെ ചെയ്യാനുണ്ട്. വീല് ചെയ്താണ് ഇപ്പോഴാണ് കറക്റ്റ് വീലായത്. ഇത് സിമ്പിളായിട്ട് ഇത് ചെയ്യാനായിട്ട്. മറ്റേത് കുറച്ച് പാടാണ്. ഇത് കുറച്ച് പാടാണ് ചെയ്യാനായിട്ട്, പക്ഷെ ഇത് സിമ്പിളാണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ 2എണ്ണം കൂടെ ചെയ്യാനുണ്ട്. ഇതേപോലത്തെ 2എണ്ണം കൂടെ ചെയ്യാനുണ്ട്. ഇനി മൊത്തം 4 ആവും. എന്നിട്ട് വേണം നമുക്ക് സാധാരണ മോട്ടർ അല്ലാത്ത വീലും ചെയ്യാനുണ്ട്. എന്നിട്ട് വേണം പാളം ഇനി അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇതിലെ വയറിങ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇതിലെ ഡിസൈൻ വർക്ക് നമ്മൾ ഒന്നും കൂടെ ഇനി ഇനാമൽ അടിച്ചിട്ട്, ഇതിൻ്റെ ഡിസൈനൊക്കെ ഒന്നും കൂടെ ഇനാമൽ അടിച്ചിട്ട് നമ്മുടെ വാൾപേപ്പർ ഉണ്ടല്ലോ, ഗ്ലോസി വാൾപേപ്പർ, അത് നമ്മൾ ഒട്ടിക്കും. അപ്പോൾ നല്ല അടിപൊളിയായിരിക്കും കാണാനായിട്ട്. വേണ്ട, ഫസ്റ്റത്തെ ടയർ ഇത് ഇങ്ങനെ ആയിരുന്നുണ്ടോ, മൊത്തം പൊളിച്ചിരിക്കുകയാണ് ഞാൻ. ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയപ്പം ചെറിയൊരു പണി കിട്ടിയതാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കിയല്ലേ ഷീറ്റിൽ, അപ്പോൾ അതിൻ്റെ ഒരു ഇതായിരുന്നു. ഇപ്പം എന്തായാലും ഞാൻ ഇത് റെഡിയാക്കിയിട്ടുണ്ട്. അത് ഇനി ഇതേപോലത്തെ 2 എഞ്ചിനും കൂടെ റെഡിയാക്കിയിട്ട് വേണം ഇതിനൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണം. പെയിൻ്റ് അടിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ അതിൻ്റെ അഴിച്ചിട്ട് പുതിയ വയറിംഗ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. സ്വിച്ചൊക്കെ മാറ്റും, മൊത്തം മാറ്റും നമ്മൾ. നമ്മുടെ ഇത് കണ്ട, ഇതാണ് നമ്മുടെ പുതിയ എൻജിൻ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന കമ്പി കണ്ട, അത്യാവശ്യം നല്ല വെയിറ്റ്, നല്ല ടൈറ്റ്, വലിയ കമ്പിയാണിത്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ലൂസ് കമ്പി കിട്ടും, അതായത് കനം കുറഞ്ഞ കമ്പി കിട്ടും. അത് വാങ്ങരുത്. ഇത്രയും കട്ടിയുള്ള കമ്പി വാങ്ങിക്കണം. നല്ല വെയിറ്റ്, നല്ല ടൈറ്റായിട്ടുള്ള കമ്പി വാങ്ങിക്കണം. അതായത് ഈ ഗിയർ മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ ഇതിൽ കയറാവുന്ന രീതിയിലുള്ള കമ്പി വേണം വാങ്ങിക്കാൻ. ഇതുണ്ടോ, ഇല്ലെങ്കിൽ നമുക്കിത് ഓൺലൈനിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ, ചെറിയ കമ്പി. പക്ഷേ അത് ചുമ്മാ കിട്ടത്തില്ല. നമ്മളെ ഗിയറില്ല, പ്ലാസ്റ്റിക് ഗിയർ, അത് അടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം കമ്പിയും കിട്ടും. പക്ഷെ അത് കുറച്ച് കമ്പിയെ കിട്ടത്തുള്ളൂ, 2-3-4 കമ്പി മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്ക് കടയിൽ നിന്ന് കിട്ടും. ഇത് കുറേ തപ്പിയിട്ടാണ് ഈ ഒരു സൈസ് ഞാൻ ഒപ്പിച്ച് കമ്പി എടുത്തത്.
ഇതാണ് വേണ്ടത്. നമ്മൾ ഇതിനു മുന്നേ ഉപയോഗിച്ചത് ടൂത്ത് പിക്കായിരുന്നു. പക്ഷേ ടൂത്ത് പിക്ക് ഒരിക്കലും ഉപയോഗിക്കരുത്. കാരണം വലിയ ടൂത്ത് പിക്കായിരുന്നാലും ചെറിയ ടൂത്ത് പിക്കായിരുന്നാലും ഇത് ഒടിഞ്ഞു പോകും. മനസ്സിലായോ? അതായിരുന്നു ഞാൻ ഇതിലും ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ചെയ്തപ്പോഴത്തേക്കും ടൂത്ത് പിക്ക് വീലെല്ലാം ഒടിഞ്ഞു പോയി മൊത്തത്തിൽ. അതാണ് ഞാൻ ഒന്നും കൂടെ റീസെറ്റ് ചെയ്തത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കമ്പി ആക്കിയിട്ടുണ്ട്. മനസ്സിലായോ? ഫുള്ള് കമ്പിയാക്കി. കണ്ട, ഞാനൊരു 10-15 കമ്പി ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പ്ലെയർ ഉപയോഗിച്ച് കട്ട് ചെയ്താണ്. കണ്ട, ഇത്രയും വണ്ണം വേണം ഈ കമ്പിക്ക്. ടൂത്തിക്ക് വെക്കരുത്, അതുകൊണ്ട് ഈർക്കിൽ അങ്ങനെയൊന്നും വെക്കരുത്. കമ്പി തന്നെ വെക്കാൻ നോക്കുക. അപ്പം ഇനി ഇത് ചെയ്യട്ടെ. ചെയ്തതിന് ശേഷം കാണാം. ഗൈസ്, നമ്മുടെ ട്രെയിനിൻ്റെ 4 വീലും റെഡി ആയിട്ടുണ്ട് കേട്ടോ. മോട്ടറുള്ള 4 വീലും റെഡിയായി. വേണ്ട, ഇതൊന്നാമത്തത്, 2, 3-ാമത്തെ വീല്, 4-ാമത്തെ വീല്, 4 എഞ്ചിനും റെഡിയായി. ഇനി അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഇതുപോലെ, ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ ചെയ്തതാണ്. അവിടെ പുറകിലത്തെ കോച്ചിനുള്ള വീലാണിത്. ഇതുപോലെ ഇനി ഒരെണ്ണം കൂടെ ചെയ്യണം. ഇതേപോലെ ഒരെണ്ണം കൂടെ ചെയ്യാനുണ്ട്, എന്നിട്ട് കാണാം. ഗൈസ്, നമ്മൾ ടയറൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടോ. എനിക്ക് ടയറെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ട്രെയിനിൻ്റെ വയറിങ് എല്ലാം നമ്മൾ അഴിച്ച് മാറ്റി കേട്ടോ. ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട്. എന്താ വയറിങ് മൊത്തം നമ്മൾ അഴിച്ചു. ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ ടയറല്ലേ, ടയർ പെയിൻ്റ് അടിച്ചിട്ടാണ് ഇനി പുതിയ വയറിങ് ചെയ്യണം. ഈ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഒരു നമ്മൾ ഇനാമലല്ല അടിച്ചത്, വാൾപേപ്പറല്ലല്ലോ, ഇനാമലല്ല അടിച്ചത്. അപ്പോൾ ഇനാമൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതുണ്ടാവും മഞ്ഞ ഷെയ്ഡായി. വെള്ളയായിരുന്ന ട്രെയിൻ ഇപ്പം മഞ്ഞയായി. മഞ്ഞയല്ല, ക്രീം കളറായി. ഇതുണ്ടാവും പെയിൻറ്റ് മങ്ങി. ഇപ്പോൾ ഇതൊന്നും കൂടെ പെയിൻ്റ് അടിക്കണം. ടയറൊക്കെ പെയിൻ്റ് അടിക്കണം. ഇനി ടയറൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം കാണാം. നമ്മുടെ ട്രെയിനിൻ്റെ വീലിൽ നിന്ന് പെയിൻ്റ് അടിച്ചതാണ്. ഇനാമൽ പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്.
മൊത്തം നമ്മൾ ഇനാമൽ അടിച്ചു. ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ വയറിനൊക്കെ എടുത്ത് കളഞ്ഞായിരുന്നു. നിങ്ങൾക്ക് പാളം ഒന്ന് റെഡിയാക്കാനുണ്ട്. ഇതഴിച്ചിട്ട് ഒന്നും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. ഈ പാളം സെറ്റ് ചെയ്തതിന് ശേഷം കാണാം. ഗൈസ്, നമ്മുടെ ടയറില്ല, അത് നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ടാണ്. അതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഷീറ്റ് നമ്മുടെ പ്ലെയിൻ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഷീറ്റാട്ടാ, കുറച്ച് ഇരിപ്പോളും. അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ ട്രെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ പാളവും നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ചരിഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു, അപ്പോൾ അത് ഞാൻ സ്ട്രൈറ്റ് ആക്കി എടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിൻ നോക്കിയേ, ട്രെയിനിൻ്റെ ഇവിടെ നമ്മൾ ബാറ്ററി കേസ് അല്ലായിരുന്നു, അത് മാറ്റി നമ്മളൊരു പീസ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡിസൈനൊക്കെ നമ്മൾ പൊളിച്ച് കളഞ്ഞു. അതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ ബാറ്ററി വെക്കുന്നത്. ഇത് ഇവിടെ വയറെടുക്കാനുള്ളത് ഹോൾ ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഡിസൈനൊക്കെ പൊളിച്ച് ഇനി ഇതിൽ പെയിൻറ്റ് അടിക്കണം. ഇനാമലിൻ്റെ പെയിൻ്റ് ഇല്ല, അതൊന്നും കൂടി അടിക്കണം ഇനി. എന്നിട്ടാണ് നമ്മുടെ വാൾപേപ്പർ വെച്ച് ഡിസൈൻ ചെയ്യണം. ഗൈസ്, നമ്മുടെ ട്രെയിൻ ഇനാമൽ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്ലേസിങ്ങുള്ള ഇനാമൽ പെയിൻ്റ് ഇല്ല, അത് ഞാൻ മൊത്തം അടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ബാറ്ററി കേഴ്സൊക്കെ അടിച്ച് മാറ്റി പുതിയ വയറിങ് വെച്ച് ഇതാണ്. ഇവിടെ ഒരു സംഭവം ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് വീല് റൊട്ടേറ്റ് ചെയ്യാനുള്ള സംഭവമാണ്. അതിൽ നിന്ന് വയറെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് കുറച്ചും കൂടെ താഴ്ത്തി നമ്മൾ നേരത്തെ ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ചും കൂടെ ഇങ്ങോട്ട് നീട്ടിയിട്ടുണ്ട്. ഇത് മൊത്തം ഞാൻ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇതിൽ ഡിസൈൻ വർക്ക് ചെയ്യണം. ഇവിടെയാണ് നമ്മുടെ ബാറ്ററി വെക്കുന്ന ഭാഗം. അതുപോലെ ഇതിലും നമ്മൾ പെയിൻ്റ് അടിച്ചു. 2 കോച്ചിലും നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഡിസൈൻ വർക്ക് ചെയ്യാനുണ്ട്. ഇതിലും ഞാൻ വയറിങ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീല് റൊട്ടേറ്റ് ചെയ്യാനുള്ളതാണ്, തിരിക്കാനുള്ളതാണ്. ഇതിലെ വയറ് പോയിട്ടുണ്ട്, ഇതിലെയും വയറ് ഇതാണ്. ഇവിടെയാണ് നമ്മൾ വീണ്ടും ബാറ്ററി ഇവിടെ വയ്ക്കും, ഇവിടെ ബാറ്ററി വയ്ക്കും. അതുപോലെ തന്നെ ഇവിടെയും ബാറ്ററി വയ്ക്കും. ഇനി ഇതിലെല്ലാം ഡിസൈൻ വർക്ക് ചെയ്യണം. ഡിസൈൻ വർക്ക് ചെയ്തതിന് ശേഷം കാണാതെ. നമ്മുടെ ട്രെയിനിൻ്റെ ഗ്രേ വാൾപേപ്പർ നമ്മൾ ഒട്ടിച്ചിട്ടെ എൻജിനിൽ ഇതുണ്ടോ. ഇത് ഗ്രേ വാൾപേപ്പർ ഒട്ടിച്ചിട്ട് ഹീറ്റർ മെഷീൻ കൊണ്ട് ജസ്റ്റ് ചൂടാക്കിയാൽ മതി. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. വേണ്ട ഐസ് വാൾപേപ്പർ. ഇത് സ്റ്റിക്കറാണ്. ഇത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഹീറ്റിംഗ് മെഷീൻ വെച്ച് ജസ്റ്റ് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടിയിരിക്കും. ഇനി ചെയ്യാനുള്ളത് ഇവിടുത്തെ ഡിസൈനാണ്. ഇപ്പുറത്തെ ഡിസൈനാണ്. അതിന് കറുപ്പാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെയും കറുപ്പാണ് കൊടുക്കുന്നത്. ഇവിടെ ചുമപ്പ്, ഈ ലൈൻ കണ്ട, ഈ ലൈൻ ചുമപ്പാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെയും കറുപ്പും ചുവപ്പും കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ കൊടുത്തതിന് ശേഷം കാണാതെ. ഇത് ഒട്ടിക്കാൻ കുറച്ച് പാടാണ്, എന്നിട്ട് വേണം ചൂടാക്കണം. അത് കുറച്ച് പണിയാണ്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം കാണാതെ. നമ്മൾ ഗ്രേ കളർ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ആ കോച്ചിൽ. ഇതുണ്ടോ, ഇതേലും ഒട്ടിച്ചു, തന്നെ ഇതേലും ഒട്ടിച്ചു. ഇനി ഇതിൻ്റെ ഗ്ലാസ് വേണ്ട, കറുപ്പ് ഒട്ടിക്കണം. കറുപ്പ് ഒട്ടിച്ചിട്ട് ഇവിടെ ഡോറും ചെയ്യണം. വേണ്ട, ഡോർ ഒട്ടിക്കണം, ഇവിടെ കറുപ്പ് ഒട്ടിക്കണം, ഇവിടെ ചുമപ്പ് ഒട്ടിക്കണം. ഇത് ഒട്ടിച്ചതിന് ശേഷം കാണാതെ. എന്നിട്ട് നമുക്ക് എൻജിൻ്റെ ഡിസൈൻ ചെയ്യാം. നമ്മുടെ ട്രെയിൻ ഇതാ വാൾപേപ്പർ ഒട്ടിച്ചിട്ടാ, ബ്ലാക്ക് കളറിലെ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. സൈഡിൽ നമ്മൾ നേരത്തെ കൊടുത്ത ഡിസൈൻ തന്നെയാണ്. ഇവിടെ ബ്ലാക്ക് കൊടുത്തു, ഇവിടെയും ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് റെഡ് കൊടുക്കണം.
അതുപോലെ തന്നെ നമ്മുടെ കോച്ചിൽ നമ്മൾ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. വിൻഡോ തിളക്കം കണ്ട ഗൈസ്. രണ്ടാമത്തെ കോച്ചിലും നമ്മൾ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി കൊടുക്കാനുള്ളത് ഇവിടെ റെഡാണ് കൊടുക്കാനുള്ളത്. ഇവിടെ കണ്ട, ഇവിടെ റെഡ് കൊടുക്കണം. അപ്പോൾ റെഡ് കൊടുത്തതിന് ശേഷം കാണാമേ. ഇതിലും ആ 2 കോച്ചിലും കൊടുക്കണം റെഡ്. അപ്പോൾ റെഡ് കൊടുത്തതിന് ശേഷം കാണാം. ഗൈസ്, നമ്മുടെ ട്രെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഡിസൈൻ വർക്കെല്ലാം കഴിഞ്ഞു, ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇതുണ്ട, കാണാൻ നോക്കട്ടെ. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതുണ്ട്, ഡോറ് വെച്ചു, അതുപോലെ തന്നെ ഇവിടെ റെഡ് ഒട്ടിച്ചു. ഇവിടെ എല്ലാം നമ്മൾ റെഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഡോറ്, വിൻഡോ, വയറും കാര്യങ്ങളും. ഇവിടെ നമ്മൾ ബാറ്ററി വെക്കുന്നുണ്ട്. ഇവിടെയും ബാറ്ററി വെക്കും. ഇവിടെ മോട്ടർ വരുന്നതാണ്. പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇത് രണ്ടാമത്തെ പോഗി. ഡോറ്, റെഡ് ഡിസൈൻ, വിൻഡോ. ഇതെല്ലാം വാൾപേപ്പറാട്ടാ. ഈ ബ്ലാക്ക്, റെഡ്, അതുപോലെ തന്നെ ഗ്രേ ഇല്ലേ, ഇത് വാൾപേപ്പറാണ്. വെള്ള ഇനാമലാണ്, ഇനാമൽ പെയിൻറ്റ്. ഇത് വാൾപേപ്പറാണ്. ഇത് സ്റ്റിക്കർ വാൾപേപ്പറാണ്. ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മുടെ ഹീറ്റിംഗ് മെഷീൻ ഇല്ല, അത് വെച്ച് ജസ്റ്റ് ചൂടാക്കിയാൽ മതി. അപ്പോൾ നന്നായി സ്മൂത്തായിട്ട് ഇങ്ങനെ കിട്ടും. പക്ഷെ ഒരുപാട് ചൂടാക്കി കഴിഞ്ഞാൽ ഇത് ഉരുകിപ്പോവും. പ്ലാസ്റ്റിക് അല്ലേ ഇത്. എനിക്ക് വെള്ള വാൾപേപ്പർ കിട്ടിയില്ല, ഡിലേ ആവുന്നത് കൊണ്ട് ഞാൻ ഓർഡർ അങ്ങ് ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഇനാമൽ പെയിൻറ്റ് വെച്ചാണ് ഇപ്പോൾ അടിച്ചിരിക്കുന്നത്. വെള്ള നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ വാൾപേപ്പർ. അത് ഗ്ലോസി ടൈനി വാൾപേപ്പർ എന്നും പറഞ്ഞ് നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലെല്ലാം ടൈപ്പ് ചെയ്താൽ മതി. മീഷോയിൽ എവിടെയാണെങ്കിലും ടൈപ്പ് ചെയ്യും. വെള്ളയുണ്ട്, എല്ലാ കളറും ഉണ്ട്. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടിക്കോളും. അതിന് വലിയ വിലയൊന്നുമില്ല, ഒരു 200 രൂപ താഴെയാണ് വില വരുന്നുള്ളൂ. അത് കളർ അനുസരിച്ച് അതിന് റേറ്റ് കൂടും കേട്ടോ. അപ്പോൾ വെള്ളക്ക് ഞാനിത് ചുമ്മാ ഓർഡർ ചെയ്യുന്നതല്ല, റേറ്റിംഗ് നോക്കിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത്. ഇതിനൊക്കെ 4.5 റേറ്റിംഗ് ഒക്കെയാണ് വന്നിരിക്കുന്നത് ഗ്രേക്ക്. അതുകൊണ്ടാണ് ഞാനത് ബുക്ക് ചെയ്തത്. ഇല്ല വാങ്ങിച്ച് വെറുതെ പാഴായി പോകും. നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ റേറ്റിംഗ് നോക്കി വേണം ഓർഡർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ വാൾപേപ്പർ ഞാൻ വാങ്ങിച്ചതിൽ ഏറ്റവും കട്ടിയുള്ള വാൾപേപ്പർ റെഡാണ്. ഭയങ്കര കട്ടിയാണ് ഇതിന്. ബ്ലാക്കും ഗ്രേ ഒക്കെ നോർമൽ ഇത് തന്നെയാണ്. ഇതിന് വയറിംഗ് ഇല്ല കേട്ടാ. ഇത് നോർമലായിട്ടുള്ള ഇതാണ്. ഇതിന് വയറിംഗ് ഒന്നുമില്ല, ചുമ്മാ വീഡിയോ വയ്ക്കുന്നേ ഉള്ളൂ. ഇത് ഈ റൗണ്ട് ഇല്ലേ ഈ സംഭവം, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീലില്ലേ അത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യല്ലോ പാളം ഓടുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനാണ്. ഇതിൻ്റെ അകത്ത് അതിൻ്റെ അടപ്പ് വരും. അപ്പോൾ ഇങ്ങനെ തിരിയും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിന് വയറിംഗ് ഇല്ല കേട്ടോ. തിളക്കം കണ്ടില്ല വാൾപേപ്പറിൻ്റെ. പിന്നെ ഇനാമൽ പെയിൻറ്റ് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പെയിൻറ്റ് അടിക്കാൻ കാരണം എന്നറിയാമോ? ഇനാമൽ പെയിൻറ്റാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നിൽക്കത്തൊന്നുമില്ല. 1 മാസത്തിനുള്ളിൽ തന്നെ അത് കളറ് മങ്ങും. ഈ ട്രെയിൻ ഉണ്ടല്ലോ നമ്മുടെ ക്രീം കളറായിരുന്നു കേട്ടോ. ഇത് അടിച്ചപ്പോൾ ഇതിൻ്റെ വെള്ളം കണ്ട. ഇതിന് മുന്നേ ഇതിന് ക്രീം കളറായി. അതായത് ഇപ്പോൾ ഇത് പെയിൻറ്റ് അടിച്ചപ്പോൾ വൈറ്റായി, നേരത്തെ ഉണങ്ങി ഒരുപാട് പൊടിയൊക്കെ പിടിച്ച് കുളമായിരിക്കുകയായിരുന്നു. ക്രീം കളറല്ലേ അതുപോലെ ആയിപ്പോയി ഇതിൻ്റെ വെള്ളക്ക് പകരം. അതുകൊണ്ടാണ് ഞാനിപ്പം ഒന്നും കൂടെ പെയിൻറ്റ് അടിച്ചത്. മൊത്തം പൊടിയായിരുന്നു.
പിന്നെ നമ്മുടെ എൻജിൻ, ഇത് ഞാൻ കുറച്ച് ഡിസൈൻ കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ട്. കണ്ടോ, നേരത്തെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒരു പോയിന്റ് ഉണ്ടാവും, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ട്, ഇതെല്ലാം വാൾപേപ്പറാണ്. പിന്നെ ഈ ബ്ലാക്കിൻ്റെ ഡിസൈൻ കുറച്ചും കൂടെ വീതി കൂട്ടിയിട്ടുണ്ട്. ഇതൊരു ഫ്യൂച്ചർ ട്രെയിനാണ്. ഞാനിത് 3 ട്രെയിനിൻ്റെ ഡിസൈനാണ് ഞാൻ കോംബോ ചെയ്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ സ്വന്തം വന്ദേ ഭാരതിൻ്റെ ട്രെയിനും, പിന്നെ ഒന്ന് ബുള്ളറ്റ് ട്രെയിനും, പിന്നെ ഒരു ഫ്യൂച്ചർ ട്രെയിനും കൂടെ മിക്സ് ചെയ്ത് ഹൈബ്രിഡ് ട്രെയിനാട്ടായിരുന്നു. അങ്ങനെ ചെയ്തതാണിത്. ഇതുണ്ട്, ഇതൊക്കെ ഒരു ഫ്യൂച്ചർ ഡിസൈനിൽ വരുന്ന ഡിസൈനാണ്. ഇതെല്ലാം ഇതും ഇതെല്ലാം അതിൻ്റെ ഫ്രണ്ട് വിൻഡോ ഇതുണ്ട. ഞാനിവിടെ ഹെഡ്ലൈറ്റിനുള്ളതാണ്. ഞാനിവിടെ ലൈറ്റ് വയ്ക്കുന്നില്ല, ചുമ്മാ അതിനു വേണ്ടി ഇനി വയറിങ് ചെയ്യാൻ ടൈമില്ല, അതുകൊണ്ട് ലൈറ്റ് വയ്ക്കുന്നില്ല ഞാൻ തരാം. കണ്ട, ഇവിടെ എല്ലാം ബ്ലാക്ക് കൊടുത്ത് പഴയതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ ചെറിയൊരു വ്യത്യാസം ഇതുണ്ട, ഇങ്ങനത്തെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു റോക്കറ്റിൻ്റെ ഷേപ്പിൽ ഇതണ്ട. ഈ ട്രെയിനൊക്കെ ഇന്ത്യയിൽ തന്നെ പൊളിയായിരിക്കും. പിന്നെ ഇവിടുത്തെ സംഭവം ഞാൻ പറിച്ചു കളഞ്ഞിട്ടുണ്ട്. അത് നല്ല രസമായിരുന്നു സംഭവം, പക്ഷെ അത് വാൾപേപ്പറിലേക്ക് അത് ഒട്ടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനത് പറിച്ചു കളഞ്ഞു, അത് വേണ്ടാന്ന് വെച്ച്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള വയറിങ്, ഈ വയറിങ് എല്ലാം ഇവിടെയാണ് കേട്ടോ ചെല്ലുന്നത്. ഇത് നമ്മുടെ ബാറ്ററിയിലേക്കുള്ള വയറിങ് ആണിത്. ഇതതിൻ്റെ മൂടിയാണ്. ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അടപ്പാണിത്. ഇവിടെയാണ് ബാറ്ററി വെക്കുന്നത്. നമ്മുടെ 10-ൻ്റെ പാനസോണിക് ബാറ്ററിയില്ലേ, അതിൻ്റെ അകത്തൊരു ഏകദേശം ഒരു, ഇത് ഗിയർ മോട്ടറല്ല. അപ്പോൾ ഗിയർ മോട്ടറിൽ 1 2 3 4 ഗിയർ മോട്ടറുണ്ട്. അപ്പം ഒരു ഗിയർ മോട്ടറിൽ 2 ബാറ്ററി വേണം. അപ്പോൾ 4 ഗിയർ മോട്ടർ ആകുമ്പോൾ 8 ബാറ്ററി വേണം. അപ്പം ഞാൻ എന്തായാലും 10 വയ്ക്കുന്നുണ്ട്. ഇതിൽ 10, മറ്റേതും 10, എങ്ങനെ പോയാലും 20 ബാറ്ററി വേണ്ടി വരും ഇത് ഓടണമെങ്കിൽ. കാരണം ഈ ഗിയർ മോട്ടർ നല്ല പവറുള്ള മോട്ടറാണ്. 100 RPM മോട്ടറല്ലേ, നല്ല പവറായിരിക്കും. പവർ മാത്രമല്ല, നല്ല വെയിറ്റും വരിക അത്യാവശ്യം. 2 ടൈപ്പ് ഗിയർ മോട്ടറുണ്ട്. T ഗിയർ മോട്ടറുണ്ട്, L ഗിയർ മോട്ടറുണ്ട്. അത് നോക്കി വാങ്ങിക്കുക. വണ്ടികൾക്ക് ഏറ്റവും നല്ലത് T ഗിയർ മോട്ടറാണ്. ചെറിയ ചെറിയ കാറൊക്കെ ഉണ്ടാകണമെങ്കിൽ T ഗിയർ മോട്ടറാണ് നല്ലത്. അതുപോലെ തന്നെ പാളം കണ്ട, പാളം 2 ഞാൻ അഴിച്ചിട്ടുണ്ട്, അഴിച്ച് പുതിയത് ചെയ്തിട്ടുണ്ട്. ഒക്കെ കാണിച്ചു തരാം. വേണ്ട, ഇത് വീണ്ടും ചെയ്തതാണിത്. നേരത്തെ പാളം തന്നെ, അതൊന്നും കൂടെ കളഞ്ഞിട്ട് കറക്റ്റ് അളവിൽ ചെയ്തതാണിത്. പിന്നെ ഇതേപോലെ 10 പാളമുണ്ട്, അത് ചെയ്യണം. പിന്നെ വീലും റെഡിയാണ്. മോട്ടർ ഇല്ലാത്ത വീലുണ്ടല്ലോ, അതായത് ഇതിൽ കണ്ട, ഇതിൽ മോട്ടർ വെക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ വീല് എനിക്ക് ചെറിയൊരു പണിയൊന്നും, ഇതൊന്ന് റെഡിയാക്കാനുണ്ട് അതിൻ്റെ വീല്. അപ്പോൾ എന്തായാലും ഡിസൈൻ വർക്കും ഇതെല്ലാം കഴിഞ്ഞു. ഇനി പാളവും അതിൻ്റെ ചെറിയ വീല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം കാണാവേ. ഗൈസ്, നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ റൂമിലാണ്. ഞാൻ എൻ്റെ റൂമിൽ തന്നെയാണ് എൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പുറത്ത് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ റൂമിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. വണ്ടികളായിരുന്നാലും എല്ലാം റൂമിൻ്റെ അകത്താണ് ചെയ്യുന്നത്. ഇതാണ് ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേറെ എവിടെയും വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്.
ഇനി ഈ ട്രെയിന് ഈ പ്ലെയിനിൻ്റെ മേളിൽ വെക്കണം. അപ്പം അടിപൊളിയായിരിക്കും. ഉണ്ടാക്കുന്ന വണ്ടികളൊക്കെ ഇതേപോലെ ഷോക്കേസിങ്ങായിട്ട് വെക്കാം. പ്ലെയിൻ്റെ നീളം 1.20 മീറ്റർ ആട്ടാ. എൻ്റെ ഫസ്റ്റ്, അതായത് എന്താ പറയുക, കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കിയ ഫ്ലൈറ്റിൻ്റെ നീളം എന്ന് പറയുന്നത് എൻ്റെ ഹൈറ്റ് ആയിരുന്നു. അത് 2 മീറ്ററിനടുത്ത് വരും. അത് ഞാൻ കൊണ്ടേ കളഞ്ഞു. അത് കൊള്ളത്തില്ല. കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അത് പോയി. അത് തെർമോക്കോളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യമാണ് ഞാൻ ഫോറക് ഷീറ്റിലേക്ക് മാറിയത്. മാക്സിമം പ്ലെയിനൊക്കെ ഉണ്ടാക്കുമ്പോൾ തെർമോക്കോൾ ഉപയോഗിക്കാതിരിക്കുക. അത് കൊള്ളത്തില്ല. ഒന്നായി കാർഡ്ബോർഡ് അല്ലെങ്കിൽ ഫോറക് ഷീറ്റിൽ ചെയ്യാൻ നോക്കുക. കണ്ട ഇനാമലിൻ്റെ കളർ മാറുന്നുണ്ട്. അവിടെ വെള്ളമായിരുന്നു, ഇപ്പോൾ കണ്ട ഒരു മഞ്ഞ ഷെയ്ഡ് വന്നുണ്ട. അപ്പോൾ വാൾപേപ്പറാണ് ഒട്ടിച്ചിരുന്നെങ്കിൽ വെള്ളം തന്നെ ഇട്ടിരുന്നേനെ. ഇനാമൽ കുറേ നേരം നിൽക്കത്തില്ല. ഇതാണ് നമ്മുടെ വാൾപേപ്പർ. കണ്ട ആ ചെറുത് ബ്ലാക്ക്, ഇത് രണ്ടും കെയും റെഡുമാണ്. ഞാൻ കഴിഞ്ഞ ട്രെയിനിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് അതിൻ്റെ ഇത്. ഇതണ്ട ഒരു ഷെയ്ഡ് മാറിയതുണ്ടോ? എനിക്ക് ഡിഫറൻസ് കാണിച്ചു തരാം. കണ്ട വ്യത്യാസം കണ്ട? ഇത് വെള്ള, ഇതും വെള്ളയായിരുന്നു. കണ്ട മഞ്ഞയായി. കണ്ട ചെറിയൊരു ക്രീം ഷെയ്ഡായി. അത് നിങ്ങൾ ഇനാമൽ വെച്ച് അടിക്കാതിരിക്കുക. നിങ്ങളിപ്പം വണ്ടികളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വാൾപേപ്പറിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇനാമൽ അടിച്ച് കഴിഞ്ഞാൽ കണ്ട മങ്ങും, കളർ മങ്ങും. അതിന് വേണ്ടി ഉണ്ടാക്കിയ ഷെൽഫാട്ടോ. ഇതും ഫോറക് ഷീറ്റ് തന്നെയാണ്. കണ്ട നമ്മുടെ ബാറ്ററി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ബാറ്ററി കണ്ട ഇതിൻ്റെ അകത്ത് 6 പാനസോണിക്കിൻ്റെ ബാറ്ററിയാണുള്ളത്. അത് ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആക്കിയിട്ടുണ്ട്. കണ്ട ഇത് മൈനസ്, ഇത് പ്ലസും. മൊത്തം 6 ബാറ്ററി ഉണ്ട്. ഇതേപോലെ വേണ്ട ഒരെണ്ണം കൂടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 12 ബാറ്ററിയാണ്. എന്നിട്ട് ഞാൻ കറുപ്പ് ഇൻസുലേഷൻ ടൈപ്പ് മൊത്തം ചുറ്റിയിരിക്കേണ്ട. ഇത് പ്ലസ്, ഇത് മൈനസ്. കണ്ട ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ബാറ്ററി. മറ്റേ രീതി ഞാൻ ചെയ്തിട്ട് അത് വർക്കായില്ല. അപ്പോൾ ഇത് ചെയ്തു, ഇങ്ങനെ ചെയ്തു. അപ്പം നമ്മുടെ ട്രെയിന് ഇതാണ്ട ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കണ്ട ഒരു ഹെഡ്ലൈറ്റ് പോലെ നമ്മൾ വെച്ചു. ഇനി ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തത് കണ്ട നേരത്തെ ഡിസൈൻ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടയർ നമ്മൾ വെച്ചു കേട്ടോ. വയർ കണക്ഷൻ എല്ലാം ചെയ്തു. ഇനി ബാറ്ററി ഇട്ട് ഓടിച്ചാൽ മാത്രം മതി. ഇതണ്ട ഈ റൗണ്ട് ഇതിൻ്റെ അകത്ത് ഉള്ളിലേക്ക് ഇങ്ങനെ ഇരിക്കും. കണ്ട അടപ്പ് കണ്ട, അടപ്പ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കും. ഇവിടെയാണ് നമ്മുടെ ഈ ബാറ്ററി വെക്കുന്നത് കേട്ടോ. ഈ ബാറ്ററിയിൽ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതിൽ കണക്ഷൻ കൊടുക്കും. 2 മോട്ടറിന് വയറ് ഒരുമിച്ചാക്കണം, എന്നിട്ട് വേണം ഇതിൽ കൊടുക്കാനായിട്ട്. പിന്നെ അതിൻ്റെ മൂടി ഇങ്ങനെ അടച്ചു വയ്ക്കാം. അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഈ 2 മോട്ടറും കറക്റ്റായിട്ട് ജോയിൻ ചെയ്യണം. എന്നിട്ട് ബാറ്ററിയിലേക്ക് കൊടുക്കണം, എന്നിട്ട് പാളത്തെ വെച്ച് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യട്ടെ ഗൈസ്. നമ്മുടെ ഫൈനലി നമ്മുടെ ട്രെയിൻ ഇവിടെ റെഡി ആയിരിക്കട്ടെ. എനിക്ക് പാളം വെച്ചിരിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ഇത്ര വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്കൊന്ന് ഓടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്.
ഈ വയറില്ലേ, ഈ നീല വയർ, ഇത് ഈ പച്ചയും ബ്ലാക്കിലേക്കും തൊട്ട് കഴിഞ്ഞാൽ എന്താ അനങ്ങുന്നുണ്ട.